എല്ലാ ഭക്തജനങ്ങൾക്കും കതിരവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക. ഇത് വാട്സപ്പുള്ള നമ്പറാണ്. ഫോൺ വിളിച്ചെടുക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി പരിഹരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിൽ കിടക്കാം. രോഹിണി നക്ഷത്രക്കാർ, ശരിക്കും പറഞ്ഞാൽ രോഹിണി നക്ഷത്രക്കാരെ കുറിച്ച് പറഞ്ഞാലും തീരത്തില്ല. മറ്റുള്ള നക്ഷത്രക്കാരെക്കാട്ടിയും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം. കാരണം നക്ഷത്രങ്ങളുടെ രാജാവെന്ന് വേണമെങ്കിൽ വിളിക്കാം. ചന്ദ്രഭഗവാന്റെ ഭാര്യ രോഹിണിയാണല്ലോ. അപ്പോൾ രോഹിണിക്ക് ഒത്തിരി കഴിവുകളുണ്ട്. പക്ഷേ രോഹിണി നക്ഷത്രക്കാർ ഒരു വീടിൻ്റെ മരുമകളായി വന്നാൽ ആ വീട്ടിൽ സർവത്ര ഐശ്വര്യങ്ങളും സമ്പത്തുകളും ആ വീട്ടിലെ ഉള്ള ആൾക്കാരും അവർക്കും ഭയങ്കര ഒരു ഐശ്വര്യമായിരിക്കും. ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൾ ഒരു സാധാരണ രീതിയിൽ തന്നെ വന്നതാണ്. തുറവൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് വീടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൾ അവിടെ വധുവായി ചെന്ന് ആ വീട്ടിൽ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 1-2 മാസം കഴിഞ്ഞ് അവർക്ക് വീട് വെക്കാനുള്ള ഭാഗ്യങ്ങളുണ്ടായി. പുള്ളിക്കാരന് വെച്ചടി കയറ്റമായി. അതായത് ചെറിയ ജോലിയിൽ നിന്നും വലിയ ജോലിയിലേക്ക് സാമ്പത്തികപരമായി ഉയർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കറിയാവുന്ന ഒത്തിരി രോഹിണി നക്ഷത്രക്കാരുള്ള ചേച്ചിമാർ, ആ ചേച്ചിമാരൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുന്ന ഇപ്പോഴും നല്ല നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരെ മരുമോളായി കിട്ടുവാണെങ്കിൽ ആ വീടിൻ്റെ ഏറ്റവും വലിയ സർവ്വ ഐശ്വര്യമായിരിക്കും. ഈ രോഹിണി നക്ഷത്രക്കാർക്കൊരു പ്രത്യേകത ഉണ്ട്. അവർ ആരുടെ കൂടെ കൂട്ടുകൂടിയാലും ഇല്ലെങ്കിൽ ആരായിട്ടും ഇടപെട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് ഭയങ്കര ഐശ്വര്യമായിരിക്കും. പക്ഷേ ഈ പറയുന്ന ഐശ്വര്യങ്ങളൊന്നും രോഹിണി നക്ഷത്രക്കാർക്ക് കിട്ടണമെന്നില്ല. ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോള്, അതായത് പുള്ളിക്കാരി അവിടെ ചെന്നപ്പോൾ പുള്ളിക്കാരത്തി അവിടെ ചെന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഭയങ്കര ഐശ്വര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആ ചേച്ചിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ പുള്ളിക്കാരത്തിക്ക് എപ്പോഴും ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചോദിക്കുന്നു, ഇത് ഈ കണ്ട സ്വത്തും കാര്യങ്ങളും സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ട്, പിന്നെ എന്താ വിഷമിക്കുക? അതെന്താണെന്ന് അറിയത്തില്ല, മനസ്സിന് ഭയങ്കര നീറ്റിലാണ്. പക്ഷേ ചില രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സ്വന്തം അതായത് അവരെ കൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ഗുണങ്ങളുണ്ടെങ്കിൽ ഇവരുടെ ജീവിതം എപ്പോഴും ഒരു ദുഃഖമായിരിക്കും. ചെറിയ ഒരു കാര്യം മതി അതിനെ പിടിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതായിരിക്കാം രോഹിണി നക്ഷത്രക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രോഹിണി നക്ഷത്രക്കാർ മരുമോളായിട്ട് ഏത് വീട്ടിൽ കയറി ചെന്നാൽ അവർക്ക് ഭയങ്കര ഐശ്വര്യമാണ്. പക്ഷേ ഇവർക്ക് ആ ഒരു ഗുണം കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരിൽ നിന്ന് മോശമായ അനുഭവങ്ങളുണ്ടാകും. ഇതെല്ലാം സഹിച്ചും പുറത്തുമൊക്കെ അവർ നിൽക്കും. എന്നാൽ രോഹിണി നക്ഷത്രക്കാർക്ക് ദേഷ്യം വന്നതാണ് അവിടെ കലഹം ഇതാക്കി. രോഹിണി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത, നിങ്ങൾക്കൊരു രോഹിണി നക്ഷത്രക്കാർ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഉണ്ടെങ്കിൽ അവരുടെ ഐശ്വര്യം കൊണ്ടും നമ്മളും തീർച്ചയായിട്ടും രക്ഷപ്പെടും. അവർ 1-ാം തീയതി കയറുന്ന വീടുകൾ സർവ്വ ഐശ്വര്യമായിരിക്കും. അവരെ കണി കാണുന്നവർക്ക് ഭയങ്കര ഐശ്വര്യമായിരിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതരം ഒരു മുഖത്തിനും ഇല്ലെങ്കിൽ പ്രത്യേകതരം ഒരു വശ്യമുള്ള ഒരാൾക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ. നമ്മൾ ഒരു ഉദാഹരണത്തിന് അവരുടെ കയ്യിൽ നിന്ന് 1-ാം തീയതിയൊക്കെ കൈനീട്ടം മേടിച്ചുകൊണ്ട് പോകണമെങ്കിൽ ആ ഒരു വർഷം നമുക്ക് ഭയങ്കര ഒരു ഐശ്വര്യ കാര്യങ്ങളായിരിക്കും രോഹിണി നക്ഷത്രക്കാർക്ക്. എന്നാൽ അവർക്ക് ഈ ഗുണങ്ങൾ കിട്ടത്തില്ല. പൊതുവെ അവർക്ക് എപ്പോഴും പ്രയാസങ്ങളും കാര്യങ്ങളായിരിക്കും. അപ്പം മിക്ക രോഹിണി നക്ഷത്രക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട്, തിരുമേനി പറയുന്ന കാര്യമെല്ലാം കറക്റ്റാണ്, പക്ഷേ ഞങ്ങൾക്ക് ഈ പറയുന്ന ഗുണങ്ങളൊന്നും കിട്ടും, ഞങ്ങളതിന് എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? അത് ഞാനൊരു വിശദമായ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പോൾ രോഹിണി നക്ഷത്രക്കാർ ചെന്ന് കയറുന്നിടം ഭയങ്കര ഐശ്വര്യം. അവരൊരു ജോലിക്ക് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ചെല്ലട്ടെ, അവരൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ചെല്ലട്ടെ, ഈ ചെല്ലുന്നിടത്തൊക്കെ രോഹിണി നക്ഷത്രക്കാരുടെ ഐശ്വര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർ രക്ഷപ്പെടും. ഈ നക്ഷത്രക്കാർക്ക് കൂടെ ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ വീട്ടിൽ രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവിടെ ദാരിദ്ര്യം ഉണ്ടാകത്തില്ല, സമ്പത്തുപരമായ തടസ്സങ്ങളുണ്ടാകത്തില്ല, ഐശ്വര്യം അനുഭവിക്കും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ ചുറ്റുപാടും നിലനിൽക്കും. നമ്മൾ ശ്രദ്ധിച്ചറിയാം, രോഹിണി നക്ഷത്രമുള്ള വീട്ടിലൊക്കെ ഇല്ലെങ്കിൽ ചില ആൾക്കാർ അറിയാം 2-3 രോഹിണി നക്ഷത്രമുള്ള ദോഷമെന്ന്. അത് ചുമ്മാതെ പറയുന്നത്, അത് ആൾക്കാർ അസൂയയും കുശുമ്പും കൊണ്ടൊക്കെ പറയുന്നത്. ഒരു വീട്ടിൽ രോഹിണി നക്ഷത്രത്തിൻ്റെ അല്ല, ഇപ്പം ഉദാഹരണത്തിന് 4 രോഹിണി നക്ഷത്രമായിരിക്കട്ടെ, പക്ഷേ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ പറയുന്നത് ഈ ദശാസന്ധികൾ മാറി മറിയുന്ന സമയത്ത് ഒരു വീട്ടിൽ 4 നക്ഷത്രം വന്നാൽ ജ്യോതിഷ വിധി പ്രകാരം ചിലപ്പം ഒരേപോലെ ദശാസന്ധി വരുമ്പോൾ 4 പേർക്കും കഷ്ടകാലങ്ങൾ വരും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വീട്ടിൽ 4 കുടുംബമുണ്ട്.
ഒരു വ്യക്തിക്ക് ഔട്ടം നക്ഷത്രമാണ്, ഒരു വ്യക്തിക്ക് രോഹിണി നക്ഷത്രം, ഒരു വ്യക്തിക്ക് പുണർതം നക്ഷത്രം. ഏകദേശം അവിട്ടം നക്ഷത്രക്കാരൻ ചെറിയ പ്രായമുള്ളൂ, പക്ഷേ അവന് ഏകദേശം 18-19 വയസ്സ് കഴിഞ്ഞ് ഏകദേശം വ്യാഴദശയൊക്കെ. ഇപ്പോൾ ആ വ്യാഴദശയിൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവർക്കും ഗുണം കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ രോഹിണി നക്ഷത്രക്കാർ ഒരേപോലെ ഉണ്ടെന്ന് വെച്ച് ദോഷമൊന്നുമില്ല, പക്ഷേ ഒരേപോലെ അല്ലല്ലോ ജനിക്കുന്നത്, പല പല വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും രോഹിണിയാണ്, മക്കൾക്കും രോഹിണിയായി, മക്കൾ ഈ 4 പേര് ഒരേപോലെ അല്ലല്ലോ ജനിക്കുന്നത്. ഇപ്പോൾ അച്ഛന് 60 വയസ്സുണ്ടാകും, ചിലപ്പോൾ അമ്മയ്ക്ക് 55 വയസ്സുണ്ടാകാം, മോക്ക് ഇല്ലെങ്കിൽ 20, ഇല്ലെങ്കിൽ മോന് ചിലപ്പോൾ 30 വയസ്സാകാം. അപ്പം ദശാകാലം മാറിയനുസരിച്ച് തീർച്ചയായിട്ടും ഈ 4 രോഹിണിയുള്ള വീട്ടിൽ ഭയങ്കര ഐശ്വര്യമായിരിക്കും. ഒരു രോഹിണി നക്ഷത്രക്കാരുണ്ടെങ്കിലും ആ ചുറ്റുപാടുമുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ആ വീട്ടിൽ താമസിക്കുന്നതിനും ഭയങ്കര വിധത്തിലുള്ള ഐശ്വര്യം. പക്ഷേ എന്തൊക്കെ മറ്റുള്ളവർക്ക് ഐശ്വര്യങ്ങൾ ഈ കൊടുക്കാൻ പറ്റുന്ന നാളുകാരുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ്. ഇവരെപ്പോഴും ഈ പഴയ പോലെ തന്നെ ദുഃഖിച്ചിരിക്കും, സാമ്പത്തികമില്ല. പക്ഷേ ഇവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഭയങ്കര ഗുണമാണ്. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, രോഹിണി നക്ഷത്രം. അവൻ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് എനർജിയാണ്. ഞങ്ങൾ ഒന്നിച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ സാധാരണ രീതിയിലുണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു ഊർജ്ജം ഉണ്ടാകുന്നത്, അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ പൊതുവേ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല. അതാണ് ശരിയായ ഒരു കാര്യം. അവരെപ്പോഴും പക്ഷേ അവരെ കൊണ്ട് മറ്റുള്ളവർക്കാണ്. എന്നാൽ ചില ആൾക്കാർ ഇവരുടെ സത്യസന്ധമായ സ്നേഹങ്ങൾ മുതലെടുപ്പ് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത്, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പൈസ സംബന്ധമായ കാര്യങ്ങളിൽ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുക. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. അപ്പോൾ രോഹിണി നക്ഷത്രക്കാരെ മരുമോളായിട്ട് കിട്ടുന്ന ആ വീട് തീർച്ചയായിട്ടും ലക്ഷപ്രഭുക്കളായിരിക്കും. അവർ സാമ്പത്തികപരമായ ഉയർച്ചയുണ്ടാകും. രോഹിണി നക്ഷത്രക്കാർ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. കമൻറ്റുകൾ പോരട്ടെ.